ഓക്കെ, അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ ബാക്കി കൊച്ചുള്ളിയും കൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളി ഒന്ന് നല്ലതുപോലെ വാടുന്നതും വരെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. ഉള്ളിയൊക്കെ വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വാടി. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചത്, കുറച്ച് തക്കാളി, 2 തക്കാളി എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കറി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും കൂടി ഒന്ന് അരച്ച് ചേർക്കുക. അപ്പം കറി ഒന്ന് കട്ട് ചെയ്ത്